നമ്മളൊക്കെ സംസുക്ക എന്ന് വിളിക്കുന്ന സംസുദ്ദീൻ ബിൻ മൊഹീദ്ദീൻ. ശരിക്കും ദുബായിയുടെ വളർച്ച നമ്മൾ വളർന്ന ഇവിടുത്തെ ദുബായിയുടെ വളർച്ച നമ്മൾ കണ്ട് വന്നതാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പൊതുവെ നമ്മുടെ കൽപ്പഞ്ചിൻ്റെ ഭാഗത്തുള്ള ആളുകളായിരുന്നു അന്ന് തന്നെ ഷെഹ്റാസിൻ്റെ പാലസിലും അദ്ദേഹത്തിൻ്റെ മക്കളെ കൂടെ. ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള മനസ്സ് ക്രിയേറ്റീവ് ഉണ്ടാവുള്ളൂ. അതിവർ മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അസാമാന്യമായിട്ടുള്ള ഇച്ഛാശക്തിയോടുകൂടി ഈ നഗരം മുന്നോട്ട് പോവുക. വൺ സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ സംസുക്ക എന്ന് വിളിക്കുന്ന സംസുദ്ദീൻ ബിൻ മൊഹീദ്ദീൻ കൽപ്പഞ്ചേരിയിൽ നിന്ന് ഏതാണ്ട് അറബ് ലോകത്തോളം വളർന്നിരിക്കുന്ന ഒരു സാധാരണ മലയാളി. സംസുക്ക സ്വാഗതം. സംസുക്ക എങ്ങനെയായിരുന്നു കൽപ്പഞ്ചേരിയിലുള്ള ഒരു കുട്ടിക്കാലമൊക്കെ ഓർത്തെടുക്കുമ്പോൾ? അതായത് സാധാരണ ഒരു ടിപ്പിക്കൽ മലപ്പുറം എന്ന് തന്നെ പറയാം. എസ് കഴിയുന്ന മുന്നേ തന്നെ പാസ്പോർട്ടിൽ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തി 18 വയസ്സാക്കിയിട്ട് പാസ്പോർട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോരുക എന്നുള്ള അന്നത്തെ 80കളിൽ 75കളിൽ തുടങ്ങി 80കളിൽ തുടർന്ന് പോന്നിട്ടുള്ള ഒരു ടിപ്പിക്കൽ സ്വഭാവത്തിൽ തന്നെ വന്നിട്ടുള്ളൂ. ആ സമയത്തൊക്കെ കൽപ്പഞ്ചേരിയിൽ നിന്ന് ഗൾഫിലേക്കുള്ള കുടിയേറ്റം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബന്ധത്തിൽപ്പെട്ട 1-2 ആളുകൾ പാലസുമായിട്ടൊക്കെ ഉണ്ടായത് കൊണ്ട് ഞങ്ങൾക്കുള്ള പ്രവേശനം കുറച്ച് എളുപ്പമായി എന്നുള്ളതാണ് അതിലുള്ള പ്രത്യേകത. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് അന്ന് അതിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഈ പൊളിറ്റിക്കലിലൊക്കെ അന്ന് ഇൻവോൾവ് ആയതുകൊണ്ട്. പക്ഷേ നമ്മളൊന്ന് പോകണം എന്നായിരുന്നു വിധി. അത് തുടർന്ന് വന്ന് പക്ഷേ അതായിരുന്നു അള്ളാഹു നമ്മളിൽ നന്മ കരുതിയിരുന്നത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർമ്മയിൽ ഇപ്പോഴും ഉള്ളത് ഒരുപക്ഷെ ആകസ്മികമായിട്ടുള്ള വിയോഗത്തിലൂടെ നമ്മളെപ്പോഴും നോവായിട്ട് മലയാളികൾ ഓർത്തെടുക്കുന്നത് അസ്ലമിനെയാണ്. അതെ. അസ്ലമ ശരിക്കും ഞാൻ വന്നത് 3 വർഷം കഴിഞ്ഞ ശേഷമാണ് വന്നത്. ഞാൻ ദുബായിൽ വരുമ്പോൾ എൻ്റെ 2 സഹോദരന്മാർ ഇവിടെ ദുബായിലുണ്ട്. സൈനസിൻ്റെ പാലസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അസ്ലമ വരുന്നത് സംസുക്ക വന്ന് 3 വർഷം കഴിഞ്ഞ ശേഷം. ഓക്കെ. അപ്പോൾ ഈ പാലസിലേക്ക് എങ്ങനെയായിരുന്നു? പിന്നെ അതിൻ്റെ മുമ്പ് തന്നെ മറ്റുള്ളവരുടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അതെ, ഞങ്ങളുടെ ബന്ധത്തിലുള്ള അധ്യാപകമായിരുന്നു പാലസിലുണ്ടായിരുന്നത്. പൊതുവെ നമ്മുടെ കൽപ്പഞ്ചിൻ്റെ ഭാഗത്തുള്ള ആളുകളായിരുന്നു അന്ന് തന്നെ ഷെഹ്റാസിൻ്റെ പാലസിലും അദ്ദേഹത്തിൻ്റെ മക്കളെ കൂടെ ഷെയ്ഖ് മുഹമ്മദിൻ്റെയും ഷെയ്ഖ് മക്തൂമിൻ്റെയും ഷെയ്ഖ് ഹംദാൻ ബറാഷിൻ്റെയും ഒക്കെ കൂടെ നമ്മുടെ ആളുകളായിരുന്നു. ഷെയ്ഖ് മക്തൂമിൻ്റെ കൂടെ അന്ന് നമ്മുടെ ചാവക്കാട് വഴി അവിടെയുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഷെയ്ഖ് മുഹമ്മദിൻ്റെയും ഷെയ്ഖ് ഹംദാൻ ബറാഷിൻ്റെയും കൂടെ നമ്മുടെ കൽപ്പഞ്ചേരി ഭാഗത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഷെയ്ഖ് മുഹമ്മദിൻ്റെ അടുത്ത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധം മുസല്ലാൻ്റെ കസിൻ ബദർ അമ്മയുടെ മകനെ ആയിരുന്നു. അപ്പോൾ അതേ ത്രൂ ആയിട്ടാണ് പിന്നെ ഇവിടെ വന്ന ഓരോ മലയാളികളുടെയും അങ്ങോട്ട് വന്നത് ആ വഴിയിലൂടെയാണ്. അതിലൂടെ വന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ദുബായ് ഒരു വളർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അതെ. ശരിക്കും ദുബായിയുടെ വളർച്ച നമ്മൾ വളർന്ന ഇവിടുത്തെ ദുബായിയുടെ വളർച്ച നമ്മൾ കണ്ട് വന്നതാണ്. അതിലത് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ദുബായ് എന്ന് വളർന്നത് അതിൻ്റെ കൂടെ ആ വളർച്ച കണ്ടുകൊണ്ട് നമുക്ക് വരാൻ കഴിഞ്ഞ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ മലയാളികൾ മാത്രമല്ല, ലോകത്തിൻ്റെ 200ഓളം രാജ്യങ്ങളിലുള്ള മനുഷ്യരെ സ്വീകരിച്ചിരിക്കുന്ന ഒരു നഗരം കൂടിയാണ് ദുബായ്. ആ ഒരു ഭരണാധികാരിയായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമ്മളിപ്പോഴും അത്ഭുതപ്പെടുത്താണ്. ഒരു മനുഷ്യൻ ഇത്രയും ശക്തമായിട്ട് ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഇത്രയും ഡെഡിക്കേറ്റഡായിട്ട് ഇത്രയും ആക്റ്റീവായിട്ട് എങ്ങനെ ഈ ഒരു നഗരത്തെയും രാജ്യത്തെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കൂടെ നിന്ന് കുറേ കാലം പ്രവർത്തിച്ച സംസ്കാർക്ക് അറിയാൻ പറ്റുമല്ലോ. അതാണ് നമ്മൾ പറഞ്ഞ ആ വേർഡ് ദീർഘവീക്ഷണം. അതാണ് അതിൽ ഏറ്റവും വലിയൊരു പോയിന്റ്. ഒരു രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം കഴിയണം എന്നുള്ളൊരു ഒരു ദൃഢനിശ്ചയം. അതിൻ്റെ കൂടെ തന്നെ അതിൽ ഏറ്റവും നമ്മൾ എടുത്ത് പറയേണ്ടത് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഞാൻ ചെയ്തെന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ വയസ്സൊന്നറിയില്ല അല്ലംതനി ലഹയ എന്ന് പറഞ്ഞ പുതിയ പുസ്തകം. എല്ലാ പുസ്തകത്തിൻ്റെ ക്ഷമവും പറയുന്നത് ഒരു മനുഷ്യരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണനല്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുക. ഞാൻ ഒരിക്കലും പൂർണ്ണ എനിക്ക് എൻ്റെ വീഴ്ചകൾ ഉണ്ടായിരിക്കാനില്ല, എൻ്റെ ബലഹീനതകൾ ഉണ്ടായിരിക്കാനില്ല, എൻ്റെ ഇതുണ്ടായിരിക്കാൻ ഞാൻ സാധാരണ മനുഷ്യനാണ്. ഞാൻ ഒരിക്കലും പൂർണ്ണനല്ല. ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസമാണ്. അതാണ് ഈ രാജ്യത്തെ ഇത്രയും മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു വിശ്വാസം പറയുന്നത്. അതുപോലെ തന്നെ മറ്റു ഇവിടെ വന്നിട്ടുള്ള വിദേശികളായിട്ടുള്ള എല്ലാവരും തന്നെ പൂർണ്ണമായ വിശ്വാസത്തിലെടുക്കുകയും അവരെ എങ്ങനെ നമ്മളെ ഈ രാജ്യത്തിൻ്റെ വളർച്ചയിലേക്ക് അവരെ പാർട്ടിസിപ്പേഷൻ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ദുബായും
ദുബായിയുടെ ഭരണാധികാരം. UAE പ്രത്യേകിച്ച് ദുബായ്. അപ്പോൾ സംസുഖ നമ്മളിപ്പം സംസാരിച്ചു കൊണ്ടിരുന്നത് ഷെയ്ഖ് മുഹമ്മദിൻ്റെ ദീർഘവീക്ഷണത്തെക്കുറിച്ചും ആ ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് ഈ നഗരത്തെയും ഈ രാജ്യത്തെയും ഒക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു അസാമാന്യമായിട്ടുള്ള ഇച്ഛാശക്തി എന്നൊക്കെ അത്ഭുതപ്പെടുത്തുന്ന അതാണ്. അത് ഷെയ്ഖ് മുഹമ്മദ് ഷെയ്ഖ് മുഹമ്മദ് പഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നാണ്. കാരണം ഇവിടെ ആദ്യമായിട്ട് ക്രീക്ക് ഓപ്പൺ ചെയ്തപ്പോഴും ജബലലി പോർട്ടുണ്ടാക്കിയപ്പോൾ കുറേ ആളുകൾ എന്തിന് ദുബായ്ക്കകത്ത് ഒരാവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം അന്നത്തെ കാലം ഉണ്ടായിരുന്നു. പക്ഷെ അത് ദീർഘവീക്ഷണമായിരുന്നു. പിന്നെ അതിലെല്ലാം തന്നെ ഈ ജനങ്ങളിലുള്ള സ്വന്തം ജനങ്ങളിലുള്ള വിശ്വാസം. സ്വന്തം ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വദേശികളാണെന്നില്ല, ഇവിടെ വരുന്ന ഓരോരുത്തരെയും വളരെ ഹൃദ്യമായിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അവരുടെ കഴിവുകളെ എങ്ങനെ ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗമനത്തിനും വേണ്ടി ഉപയോഗിക്കാം എന്നതിനാണ്, അതാണ് അതിൻ്റെ കഴിവ്. കാരണം അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന പുതിയ നിയമങ്ങൾ, ലഘൂകൃതമായിട്ട് നമ്മുടെ വിസ നിയമങ്ങൾ, അതെല്ലാം തന്നെ അതുകൊണ്ടാണ്. നേരെ നമ്മുടെ പഴയ പോലെ തന്നെ അതേക്കുറിച്ച് ഇത്ര ഒരു വളർച്ച ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ലല്ലോ. പിന്നെ ഇവരും തന്നെ ആദ്യം കണ്ടിരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ ഇവരുടെ പൊതുവെ നമ്മുടെ GCC രാജ്യങ്ങളെക്കാളും വെറും ഓയിലിൽ ഡിപ്പെൻഡൻസ് ഉള്ള ഒരു രാജ്യങ്ങൾ എന്നുള്ളൊരു അതിന് വ്യത്യസ്തമായിക്കൊണ്ട് അതല്ല, അതില്ലെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തത് ഒക്കെ വലിയൊരു മോഡലാണ് അത്. കാരണം നമ്മൾ ഒരിക്കലും നടക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് നടത്തി കാണിച്ചു തരികയാണ് നമ്മുടെ മുമ്പിൽ. ഇവിടെ പ്രഖ്യാപനങ്ങളല്ല ശരിക്കും, ഇവിടെ പ്രവൃത്തിയിലൂടെയാണ് അത് കാണിക്കുന്നത്. അതാണ് നമ്മൾക്ക് നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾക്കൊക്കെ തന്നെ GCCയിലൊക്കെ പൊതുവെ തന്നെ GCCയിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ GCC കാണുന്ന പ്രത്യേക പൊതുവെ GCCയിൽ അതിന് പുറമെ നമ്മുടെ UAE കാണുന്നത് അത് പ്രസിഡൻ്റായാലും അതുപോലെ വൈസ് പ്രസിഡൻ്റ് ഒക്കെ തന്നെ അതൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട്, സ്വദേശികളാവട്ടെ വിദേശികളാവട്ടെ, ആ ഒരു വ്യത്യാസം കാണുന്നില്ല. പക്ഷെ നമ്മളൊക്കെ എപ്പോഴും പേടിക്കുന്നതാണ്, കുറച്ച് പുറമേ നിന്ന് ആളുകൾ വരുമ്പോൾ നമ്മളെ സാധ്യത നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെതാവുക. പക്ഷെ ഇതിലൊന്നും ഒരു ആശങ്കയില്ല. ഇല്ല, അതാണ്. കാരണം ഈ വരുന്നവനും അതില്ല. കാരണം ഈ വരുന്നവനും അവൻ്റെ കഴിവിനെ എക്സ്പ്ലോർ ചെയ്യാനൊരു പ്ലാറ്റ്ഫോം ആയിക്കൊണ്ട് ദുബായിനെ കാണുകയാണ്. ദുബായ് സംബന്ധിച്ചിടത്തോളം UAE സംബന്ധിച്ചിടത്തോളം അവർ ഈ വരുന്ന ആളുകളിലുള്ള ക്രിയേറ്റിവിറ്റിനെ എങ്ങനെ നമ്മുടെ രാജ്യത്തിലേക്ക് അതിൻ്റെ വളർച്ചയിലേക്ക് എവിടെയുള്ള ആളുകളുടെ മറ്റ് സൗകര്യങ്ങളിലേക്ക് എങ്ങനെ മാറ്റിക്കഴിക്കാൻ പറ്റുന്നുള്ളതിനെ പറ്റി ഇവരും തന്നെ നടത്തുന്നത്. ഈ രണ്ടും കൂടി മിക്സ് ആകുമ്പോഴാണ് ഈ വളർച്ച ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഒരു വ്യക്തി മുമ്പിൽ നിന്ന് നയിക്കുന്നു, അതിന് പൂർണ്ണ സമർപ്പണം ചെയ്ത ഒരു ടീം പിറകിലുണ്ട്. ആ ടീമും ഈ വ്യക്തിയും തമ്മിലുള്ള ബന്ധം അതാണ് ഞാൻ മുന്നേ പറഞ്ഞതുമായി തന്നെ അല്ലം തനി ഹയ എന്നുള്ളതിൽ ഷുമോൻ്റെ കൂട്ടിലുണ്ട്. ഷുമോനുള്ള എൻ്റെ ലക്ഷ്യം എൻ്റെ രാജ്യം, എൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ നന്മ, സ്വദേശികളെന്നല്ല പറഞ്ഞത്, എൻ്റെ രാജ്യവും എൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ പുരോഗതിയും, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അതാണ് എൻ്റെ എനിക്കുള്ള ഗോൾ എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ അതാണ് ഇനി അവരുടെ തുടർച്ചയായി വരുന്ന ഭരണാധികാരികളും അതേപോലെ തന്നെ അവരുടെ പിതാക്കന്മാരുടെ അതേ പാത ആ കാര്യത്തിൽ സ്വീകരിക്കുകയും അതാണ് നമുക്ക് ഇത്രയും പ്രിയപ്പെട്ടതാവുന്ന ഈ രാജ്യം. ആ ടീമിനൊക്കെ ഓരോന്നിനും ഇപ്പോൾ ഒരു ഉത്തരവാദിത്വം ഒരാളെ ഏൽപ്പിച്ച് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് ശരിക്കും ഒരു സൈന്യാധിപൻ്റെ ഒരു ഇതാണ്. അദ്ദേഹത്തെ സൈന്യാധിപനായിരിക്കും തന്നെ ഓരോ അതിലെ റെജിമെൻറ്റുകൾക്കും അതിൻ്റേതായ ജോലികൾ, പക്ഷെ അതിനൊക്കെ മോണിറ്റർ ചെയ്യാൻ ഉള്ളൊരു കഴിവും അതിൽ മറ്റുള്ളവർക്ക് താഴെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ളൊരു വിശ്വാസവുമുണ്ട്. അത് ഏതൊരു സാധാരണക്കാരനെ ആയിട്ടുള്ളൊരു തൊഴിലാളിയാണെങ്കിലും ശരി, അവരുടെ ആ കഴിവിനെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഇവിടുത്തെ ദുബായ് ക്വാളിറ്റി അവാർഡ് പോലെയുള്ള ഇതിലൊക്കെ തന്നെ സാധാരണയിലുള്ള വളരെ താഴെ നിലയിലുള്ള ഒരു ജോലിക്കാരനെ വല്ല കൊണ്ടുവന്നിട്ട് അവിടുത്തെ റൂളേഴ്സിൻ്റെയും അവരുടെ കൂടെ വന്നിട്ട് അവരെ ബഹുമാനിക്കുകയാണ്. അവൻ ചെയ്തിട്ടുള്ള ആ ക്രിയേറ്റീവിനെ അതെന്തോ ആവട്ടെ, ചിലപ്പോൾ അത് ശുചീകരണ തൊഴിലാളിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു തൊഴിലാളിയായിരിക്കും, പക്ഷെ അവൻ്റെ ആ കഴിവിനെ ലോകത്തിൻ്റെ മുന്നിൽ അംഗീകരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഓട്ടോമാറ്റിക്കലായിട്ട് അത് നമുക്ക് കൂടുതൽ അതിനെ നമ്മുടെ കഴിവുകളും ഈ രാജ്യത്തിന് എവിടെയാണോ നമ്മൾ ജോലി ചെയ്യുന്നത് അവരോട് നമ്മുടെ പൂർണ്ണമായിട്ടൊരു കടപ്പാട് അല്ലെങ്കിൽ നമ്മളും തന്നെ ഓരോ തൊഴിലാളിയും അതിന് തയ്യാറാവും. അതാണ് ഇതിൻ്റെ വിജയം. നേതാവ് എപ്പോഴും ഉണർന്നിരിക്കും. അതെ ഉണർന്നിക്കും ചില അവരെ മറ്റുള്ള കഴിവിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. പൊതുവെ കാണുന്നത് ആര് ചെയ്താലും ഒരാളിലേക്ക് അതിൻ്റെ നേതൃത്വത്തിലുള്ള ഒരാളിലേക്ക് അതിൻ്റെ ടാഗിങ് ആണല്ലോ പോവലെ. പക്ഷേ ഇതല്ല, ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ ആരാണോ അതിന് ചെയ്തിട്ടിപ്പോൾ നമ്മുടെ അമേരിക്കയിലൊക്കെ അല്ലെങ്കിൽ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആരാണ് ആദ്യം അത് കാണുന്നത് അവരുടെ പേരാണ് ഇതിനില്ല. ഇവിടെ തന്നെ ഇവിടെ ഏതൊരാളും അത് ചെറുതാവട്ടെ വലുതാവട്ടെ, വിദേശിയാവട്ടെ സ്വദേശിയാവട്ടെ,
ആരാണ് അതിൻ്റെ ആ ഫീൽഡിൽ അത് കഴിഞ്ഞാൽ അത് അവർക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത്. പ്രൊഫഷണലിസം എന്നുള്ളതാണ് ഒരു വലിയ മാനദണ്ഡം. പേഴ്സണൽ റെക്കഗ്നേഷൻ പക്ഷേ അത് മാത്രമല്ല, അത് അതിൻ്റെ ആളുകൾക്ക് റെക്കഗ്നേഷൻ ചെയ്യുക എന്നുള്ളതാണ് വലിയൊരു ഇങ്ങനത്തെയുള്ളൊരു ഇതാണ് ഈ രാജ്യത്തിൻ്റെ പുരോഗതിൻ്റെ ഏറ്റവും വലിയിട്ടുള്ള കാരണം റാണിക്കലായിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ ഇപ്പം സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി, വലിയ തിരിച്ചടി, ദുബൈ തകർന്നു ആൾക്കാർ വിലയിരുത്തി, പിന്നീട് കോവിഡ് ഉണ്ടായി. പക്ഷേ എന്നിട്ടും അസാമാന്യമായിട്ടുള്ള ഇച്ഛാശക്തിയോടുകൂടി ഈ നഗരം മുന്നോട്ട് പോവുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് ഇവർക്കുള്ള ഇവിടുത്തെ സ്വന്തം, അതായത് അവർക്കുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഞങ്ങൾ മുന്നിൽ നിന്ന് അത് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ അവർക്ക് ഈ രാജ്യത്തിൽ വസിക്കുന്നവരിലുള്ള വിശ്വാസം, കാരണം ഇവരെ വേണ്ട രൂപത്തിൽ കൊണ്ട് നടന്നാൽ നമുക്ക് ഇന്നും കാര്യങ്ങൾ ഇവരിൽ നിന്ന് എടുക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. ഇതിനൊക്കെ പുറമേ ഇവർക്ക് അള്ളാഹിലുള്ള വിശ്വാസം എല്ലാം ഉണ്ടല്ലോ. കാരണം നിങ്ങൾ പറഞ്ഞ മാതിരി ഒരുപാട് വിഷയങ്ങൾ ഇവിടെ വന്ന് ഒരുപാട് വെസ്റ്റേൺ മീഡിയകൾ ഇത് കഴിഞ്ഞു, ദുബായ് സോ വൈസ് ബെയ്യൂൺ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് നമ്മൾ മെട്രോ പ്രഖ്യാപിച്ചത്. അത് ആ ടൈമിൽ ആ പറഞ്ഞ തീയതിയിൽ അത് കംപ്ലീറ്റായി. അത് ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത്. അത് ഈ രാജ്യത്തിലെ ഭരണാധികാരി ഇച്ഛാശക്തി തന്നെ. ഈ വ്യക്തിപരമായിട്ടൊക്കെ ഒരുപാട് ഇടപെടലുകൾ നടക്കുമ്പോൾ ഒരു വ്യക്തിതലത്തിൽ സംസുക്ക എങ്ങനെയാണ് കാണുന്നത് ഷെയ്ഖ് മൂമീന്? അത് വളരെ ഹൈയാണ്, നമുക്ക് കമ്പാരിസൺ ഇല്ല. വളരെ വലിയൊരു കാലം കുറേ കൂടെ ചെയ്തുകൊണ്ട് മനസ്സിലാകുന്നു. അത് പ്രത്യേക വ്യക്തിത്വം തന്നെയാണ്. അത് ഉള്ള എല്ലാവർക്കും മല്ലഹയ്യ ഫാമിലി ആയാലും മക്തൂം ഫാമിലി ആയാലൊക്കെ തന്നെ ഒരു നല്ല ഞങ്ങളെ മനുഷ്യ നല്ല പച്ച മലയാളം മലപ്പുറം ഭാഷയിൽ പറഞ്ഞ മനുഷ്യപ്പറ്റുന്നുണ്ടല്ലോ, അത് അറിഞ്ഞാൽ അറിയാലോ. അത് ഉള്ളത് ആ ഒരു കാരുണ്യത്തിൻ്റെ കുറവാണ്. അത് ഇവരിൽ പ്രത്യേകിച്ച് വളരെ കൂടുതലാണ്. ഏതൊരാളൊക്കെ എനിക്ക് തോന്നുന്നു സ്വദേശികളെ പോലെ അതിന് തുല്യമായി തന്നെ സംസുക്കാനെ പോലുള്ളവരെയും മറ്റ് ഇന്ത്യക്കാരൊക്കെ എന്താ പറയുക, അതാണ് ഇവർ കഴിവിനെ, ഒരാളിലുള്ള കഴിവിനും അവൻ്റെ നിസ്വാർത്ഥതയാണ് ഇവർ ഇതാക്കുന്നത്, വ്യക്തിയെ അല്ല. അതാണ് അത്. പിന്നെ വ്യക്തികളുടെ പേരിലൊക്കെ നിസ്വാർത്ഥമായിട്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ വന്നത് തന്നെ ഞങ്ങളിൽ മുൻഗാമികൾ ഇവിടെ ജോലി ചെയ്തപ്പോൾ അവർ ഇവരോട് കാണിച്ചിട്ടുള്ള, അവർ അങ്ങോട്ടും തിരിച്ചും കാണിച്ചിട്ടുള്ള ഒരു ആത്മാർത്ഥത്തിൻ്റെയും ഒരു കടപ്പാടിൻ്റെയും ഇതാണല്ലോ മറ്റുള്ളവർ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ റോ നമുക്ക് ഒരു കൈപ്പേറിയ അനുഭവമാണെങ്കിൽ സെക്കൻഡ് റോ നമ്മളവിടെ ചെയ്യില്ല. ഇപ്പോൾ നമ്മളൊക്കെ സ്ഥാപനമൊക്കെ നടത്തുന്ന ആളുകൾ ഒരു ഏതെങ്കിലും നാഷണാലിറ്റി ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കൈപ്പേറിയ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത റോ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഇത് കാലങ്ങളോളമായിട്ട് ഞങ്ങൾ തന്നെ ചിലപ്പോൾ ഞങ്ങൾ തന്നെ 1, 2, 3 ജനറേഷനുകൾ പാലസിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ മുൻഗാമികൾ ഇവരോട് കാണിച്ചിട്ടുള്ള കടപ്പാടും അവരുടെ ജോലിയിലൊക്കെ ഉള്ള കമ്മിറ്റ്മെൻറ്റും വിശ്വാസവും അതായിരിക്കണം. ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള രണ്ടാമതൊരു തലമുറ വന്ന് ഇനി വരുന്ന മറ്റു തലമുറക്ക് അതായിരിക്കും അതിൻ്റെ നിദാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ ഷെയ്ഖ് ഹംദാൻ ഉൾപ്പെടെയുള്ള മക്കളും ഈ പുതിയ തലമുറയിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു അതൊക്കെ നോക്കിക്കണ്ടത്? അതിലൊക്കെ ഇപ്പോൾ ഹംദാൻ ബിൻ മുഹമ്മദ് ആയാലും ഷെയ്ഖ് മുഹമ്മദ് നമ്മൾ വന്നിട്ട് ജനിച്ച കുട്ടികളാണ്. കുട്ടികൾ വളർന്നു വരുന്ന തന്നെ മക്കളുടെ പിതാക്കളുടെ ആ പാത കണ്ടിട്ടുണ്ട്. അവർ ജനങ്ങളോട് എങ്ങനെ സഹകരിക്കുന്നു, എങ്ങനെ സ്വദേശികളും വിദേശികളും ആളുകളുമായിട്ട് ഇതാക്കുന്നു, എന്തെല്ലാം നിയമനിർമ്മാണങ്ങളാണ് നടക്കുന്നത്. അത് ശരിക്കും വീണ്ടും ഞാൻ പറയുന്നത്, അതായത് തിഹായാന്ന് ഏതൊരു യൂണിവേഴ്സിറ്റിയിലേക്കാട്ടും ഏതൊരു എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിനാട്ടും ഏറ്റവും വലുത് ജീവിതത്തിലുള്ള പരിചയമാണ്. ജീവിതമാണ് നമ്മൾ ശരിക്കും പഠിപ്പിക്കൽ. അത് ചരിത്രവും ഒക്കെ അത് ഓർമ്മിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന രീതി. ജീവിതം നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് മറ്റേതൊരു സർട്ടിഫിക്കറ്റിനായിട്ട് വിട്ട് വേറെ വാല്യൂ ആയിരിക്കും. ആ പുസ്തകമൊക്കെ തന്നെ വളരെ ശരിക്കും റെഫറൻസ് ചെയ്യാൻ പറ്റിയൊരു പുസ്തകമാണ്. അതോടൊപ്പം തന്നെയാണ് സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സ്പോർട്സിനൊക്കെ ഇത്രയും ഊന്നൽ കൊടുത്തിട്ട് അതും ഒരു വലിയ സന്ദേശമായിട്ട് ആളുകളിലേക്ക് കൊടുക്കുകയാണ്. അത് ഞങ്ങളൊരു പൊതുവെ ഒരു ടൈം ടു ടൈം വർക്ക് അതൊന്നുമില്ല, അത് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് അതേസമയം തന്നെ അപ്പോഴാണ് കൂടുതൽ ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള മനസ്സിൽ ക്രിയേറ്റീവ് ഉണ്ടാവുള്ളൂ. അത് ഇവർ മുന്നേ കണ്ടിട്ടുണ്ട്. ഇപ്പോഴൊക്കെ പല ഡിജിറ്റൽ പല രാജ്യങ്ങളും തന്നെ ഇവരെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ക്രിയേറ്റിവിറ്റി ഉണ്ടാവണമെങ്കിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവണം. അല്ലാതെ എപ്പോഴാണ് മനസ്സിലൊരിക്കലും തന്നെ ഒരു ഡെവലപ്ഡ് വലിയില്ലല്ലോ. ഒരു ഹാപ്പിനെസ് എന്നുള്ള വെറും മുദ്രാവാക്യം മാത്രമല്ല. അതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞപ്പോഴും എടുത്തു പറഞ്ഞ കാര്യം. ലോകത്തിൽ ആദ്യമായിട്ടൊരു ഹാപ്പിനെസ്സിനും ക്രോസിനൊക്കെ ഒരു മിനിസ്ട്രിയും ഉണ്ടായത് ഈ രാജ്യത്താണ്. അതാണ് അതിൻ്റെ. ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ
എല്ലാ കാലം തന്നെ നിർബന്ധപൂർവ്വം ബഹുമാനിക്കേണ്ടി വരുന്ന ഒരു രാജ്യമായി മാറിയത്. മധ്യസ്ഥ ശ്രമങ്ങളായാലും വൻകിട രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ മധ്യസ്ഥ ഈ രാജ്യം മുന്നിൽ നിൽക്കുന്നു പറഞ്ഞാൽ ഇവരുടെ നയതന്ത്ര വിജയമാണത്. നമ്മൾ ഈ ചെറിയ വൈകാരിക വിഷയങ്ങൾക്കൊക്കെ വലിയ ഊന്നൽ കൊടുക്കും. അതേസമയം ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ പിറകിലേക്ക് തള്ളി മാറ്റും. അതിന് നമുക്ക് പോലും ഒരു മോഡലായിട്ട് മാറുകയാണ്. മാറുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമ്മുടെ ആഘോഷങ്ങൾ, അത് ഓണാവട്ടെ, ക്രിസ്മസ് ആവട്ടെ, ദീപാവലി ആവട്ടെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ കൂടുതലായി സന്തോഷത്തോടും സമാധാനത്തോടും ആഘോഷത്തോടും കൂടി നടത്തുന്നത് ചിലപ്പോൾ ഈ രാജ്യങ്ങളിലായിരിക്കും. അപ്പോൾ അതെന്താ വെച്ചാൽ ഈ രാജ്യങ്ങൾ നമുക്കിന്ന് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം നമ്മൾ ചെയ്യേണ്ട, കേരളീയർക്ക് പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യം, കേരളീയ ഇന്ത്യക്കാർ തന്നെ പൊതുവെ കേരളീയ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യം, ആ തന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്താതെ അത് കൊണ്ട് നടക്കുന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ചെറിയ ചെറിയ ആഘോഷങ്ങളടക്കം തന്നെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടുത്തെ അധികാരികളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നത്, അവർ സന്തോഷപൂർവ്വം ജീവിക്കണം എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ സന്തോഷപൂർവ്വം ജീവിക്കുന്ന ഒരു കുടുംബം ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിനൊരു പുതിയതായിട്ടുള്ള ക്രിയേറ്റീവ് ഉണ്ടാവും, പുതിയ ചിന്തകൾ വരും. അതായത് നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ നിയമങ്ങളും ഈ സംവിധാനങ്ങളൊക്കെ അതിൻ്റേതായ രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തി പോകും. അതാണ് പ്രയോജനപ്പെടുത്തുന്ന അവരെ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഒരു കൾച്ചറുണ്ട്, ഒരു സംസ്കാരമുണ്ട്, ഈ രാജ്യത്തിൻ്റെ ഒരു ട്രഡീഷൻ, അതിന് നമ്മൾ ബഹുമാനിച്ചേ തീരും. അപ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം തന്നത് കരുതിയിട്ട് അത് ആ റട്ടിൽ കടക്കാനുള്ള ഇതാവരുത്. അതാണ് നമ്മൾ പ്രത്യേകം വിദേശികളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക് തന്നെ കുറച്ച് വികാരമായിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരു ചിന്ത കൂടുതൽ വായിക്കുന്നതും കൂടുതൽ കേൾക്കുന്നതും കൊണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് നമ്മളാക്കി മാറ്റിയ രാജ്യം, നമുക്ക് നമ്മുടെ സ്വന്തം രാജ്യം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമാധാനവും നമ്മുടെ വളർച്ചക്കും, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളർച്ചക്കും, നമ്മുടെ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടൊക്കെ ഉള്ള നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ തന്നെ ഈ പുറത്ത് പോയിട്ടുള്ള എക്സ്പാട്രീസ് വലിയ പങ്കാണുണ്ടായിട്ടുള്ളത്. ആ പങ്കിൻ്റെ കാരണം തന്നെ എന്തുപോലെ തന്നെ സാമ്പത്തികം തന്നെയാണ് ഒന്ന്. അതുണ്ടാകുമ്പോഴാണല്ലോ മറ്റതെല്ലാം തന്നെ ഒരു അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാലേ മറ്റു വളർച്ചയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നൽകിയിട്ടുള്ള രാജ്യങ്ങൾ എന്ന നിലയിൽ ആ രാജ്യങ്ങളുടെ പൈതൃകങ്ങളെയും സംസ്കാരത്തെയും രാജ്യത്തിൻ്റെ നിയമങ്ങളെയും പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ. അത്രയും നമുക്ക് അവരോട് ചെയ്യേണ്ടതുള്ളൂ. കാരണം നമ്മളിവിടെ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു, നമുക്ക് സ്ഥാപനങ്ങൾ നടത്താൻ, അതിൻ്റെ ലാഭങ്ങൾ നാട്ടിലേക്ക് കൊണ്ട് ഒരു വിലക്കുമില്ല. പക്ഷെ അതേസമയം സംസുക്ക പറഞ്ഞ ഈ ഒരു പോയിന്റ്, അതെ, ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ രാജ്യവും അതിൻ്റെ ചിട്ടയും വ്യവസ്ഥയും നമ്മൾ പാലിക്കുക. അത് നിർബന്ധമാണ്. അത്രയെങ്കിലും നമുക്ക് അവരോട് കടപ്പാട് വേണ്ടേ. അത്രയെങ്കിലും നമുക്ക് ഈ രാജ്യത്തിന് മറ്റു രൂപത്തിൽ നമുക്ക് അവരോട് നന്ദി രേഖപ്പെടുത്താനില്ല. നമുക്ക് കടപ്പാടില്ല. നമുക്ക് ചെയ്യാനുള്ള കടപ്പാട് ഇതാണ്. ഈ രാജ്യത്തിന് എങ്ങനെയാണോ ആ രാജ്യത്തിന് അവർ അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്, അതിനൊരു പോറലേൽക്കാതെ ആ അലങ്കാരം കൂടുതൽ ശോഭിതമാക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന്, നമ്മൾ വിദേശികളെന്ന നിലയിൽ, പ്രത്യേകിച്ച് നമ്മളെ കേരളീയരും മലയാളികളും എന്ന നിലയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് എല്ലാ രാജ്യത്തിലെ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളുടെ ഭരണാധികാരികളോടും അവിടുത്തെ സ്ഥാപനങ്ങളോടും നമുക്കുണ്ടാവേണ്ടത്. അപ്പോഴാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിൻ്റെ ശോഭയും അതിൻ്റെ ഭംഗിയും ഉണ്ടാവുക. അപ്പോൾ കൽപ്പകഞ്ചേരിയിൽ നിന്ന് പിന്നെ സംസുക്ക അവിടെ വരുന്നു. പാലസിൽ അതിൻ്റെ തുടക്കകാലത്തിലുള്ള അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അന്ന്? പിന്നെ മറ്റുള്ള ഈ കുടുംബത്തിൻ്റെ പല തലമുറകളായിട്ടുള്ള ഒരു വിനിമയം കൂടി നടന്നിട്ടുണ്ടല്ലോ. അതെ, അത് ഞാൻ ഷെഹ്റാസിനെ കണ്ടിരുന്നത്, ഷെഹ്റാസിൻ്റെ അടുത്ത് തന്നെ ബന്ധപ്പെട്ടിട്ട് അതിനുശേഷം എല്ലാവരും തന്നെ അവരെ നമ്മളൊരു ജോലിക്കാരായിട്ട് കാണുക എന്നുള്ള, അങ്ങനെ ഒരു കുടുംബത്തിലെ ഇതുപോലുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള നമുക്കുള്ള അനുഭവങ്ങളെന്ന് പറയുന്നത്. അതെ, ഇതെല്ലാ രൂപത്തിലും നമുക്കെല്ലാം തന്നെ ചിലപ്പം ജോലിയുടെ നോക്കുന്ന ഭാരങ്ങളോ അല്ലെങ്കിൽ ജോലിയുടെ ദൈർഘ്യമൊക്കെ തന്നെ നമുക്ക് ചിലപ്പം മനസ്സിലാവാത്തത് അവിടുന്ന് കിട്ടുന്ന ആ ഒരു സമീപനവും അവിടുന്ന് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ടല്ലോ, റെസ്പെക്റ്റ്, അതാണ് ഏറ്റവും വലുത്. നമുക്ക് ഏതൊരാൾക്കും തന്നെ വാങ്ങിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ വേജസ് വലുത് കിട്ടുക, പക്ഷേ വേജസ് നമ്മൾ ഹാപ്പി ആവണമെന്നില്ല. നേരെ മറിച്ച് ഒരു അംഗീകാരം കിട്ടുമ്പോൾ അത് വലിയ, നമ്മൾ എന്ത് ചെയ്തു ജസ്റ്റ് ഞങ്ങൾ തോളത്തട്ടിയിട്ട് ഒരു തട്ട് തന്നാൽ തന്നെ അത് വലിയൊരു അത് ഇതുപോലുള്ള വലിയ ഭരണാധികാരികളൊന്നും അതുപോലെ ആകുമ്പോൾ അതിൻ്റെ വലിപ്പം വളരെ വലുതായിരിക്കും. അതിൻ്റെ നമുക്ക് ഊഹിക്കാൻ പറ്റാത്തതിലപ്പുറമായിരിക്കും നമുക്ക് കിട്ടുന്ന പോസിറ്റീവ്. ഞാനിങ്ങനെ അത്ഭുതപ്പെടുന്നത് എങ്ങനെ ഓടിയെത്തുന്ന ഈ ടീം, ഷെയ്ഖ് മുഹമ്മദിൻ്റെയും ഷെയ്ഖ് റാഷിദിൻ്റെയും ഒക്കെ കൂടെ, അല്ലെങ്കിൽ ഹംദാൻ്റെയും ഒക്കെ കൂടെ
ഓടി എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അതാണ് ഇവിടെ നമ്മളിപ്പോൾ കാണാമല്ലോ. അതാണ് ഇവർ ഒന്നിലും ഒരാളിൽ കേന്ദ്രീകരിക്കാതെ ഇത് ശരിക്കും അതിൻ്റെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഓരോരുത്തരും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. അവരെ ചെയ്തു. അത് ചെയ്യുമ്പോൾ അതിൻ്റെ ആ റിസൾട്ട് വരുമ്പോൾ അവരത് അപ്രിഷിയേഷൻ കിട്ടണം അവർക്ക്. അപ്പം വരുന്ന തലമുറക്ക് അതിലും കൂടുതൽ ചെയ്യാനുള്ള ഒരു ഊർജ്ജം വരികയാണ്. ഈ അംഗീകാരം എന്ന് പറയുന്നത് അതിൻ്റെ അതിൽ പ്രത്യേക ഒരു ഇതാണത്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വളരെ ഉന്നതമായ ഭരണാധികാരം കിട്ടുമ്പോഴേ ഏതൊരുത്തൻ്റെ ഉള്ളിലും ചെയ്യേണ്ടെന്നൊന്നും വരുന്നതും കൂടുതൽ പോസിറ്റീവിലേക്ക് മാറും. കാരണം നമുക്കൊരു അന്യതാബോധം തോന്നുകയില്ല ഇവിടെ ജീവിക്കുമ്പോൾ. ഇല്ല, അതൊരിക്കലും ഇല്ല. അതാണ് ഇപ്പോൾ ദുബായിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ ദുബായ് മറ്റൊരു ഘട്ടത്തിലേക്ക് വരുന്നതാണ് ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. അതായത് ജീവിക്കാൻ അവിടേക്ക് അവരുടെ പുതിയ പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് അത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അസ്ലം വന്ന് ഒരു പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് സോഷ്യൽ രംഗത്തും എല്ലാ രംഗത്തും വലിയ ബന്ധങ്ങളും ശക്തമായിട്ട് മുന്നോട്ട് വന്നു. അസ്ലമിനൊക്കെ നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ടാണ്. പക്ഷേ വളരെ ആകസ്മികമായിട്ടുള്ളൊരു വിയോഗം അത് വലിയ സങ്കടമായി തന്നെ ഇന്നും പ്രവാസികൾ മൊത്തം അത് കാണുന്നുണ്ട്. അത് ഇന്നും നമുക്ക് നോവായിട്ടുണ്ടാകുന്നൊരു കാര്യമാണ്. ഇന്നിപ്പോൾ ഏകദേശം അസ്ലമായിട്ട് 2005 ഏകദേശം 20 വർഷമായി. ഒരു ദിവസമെങ്കിലും അത് ഇവിടുത്തെ ആളുകളിൽ നിന്ന് മറ്റൊന്ന് അസ്ലമിൻ്റെ ഒരു പേര് എന്തെങ്കിലും വിഷയത്തെ സംസാരത്തിൽ വരാത്തൊരു ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒരു കാരണത്തിൽ അസ്ലം പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ അഹിനസിൻ്റെ കൂടെ ആയിട്ടും വളരെയായിട്ടും ഒക്കെ എനിക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു സ്വപ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ തുടങ്ങി വെച്ച ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മൾ ആ കാലത്ത് അങ്ങനെ ചിന്തിക്കാൻ അത്ര കഴിയില്ല. അതിനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും നമ്മളെടുത്തില്ല. പക്ഷെ അതെന്തോ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു തോന്നുന്നത്. ഓരോ കാര്യങ്ങളും അവന് മുന്നോട്ട് നീക്കിയതും അത് അവൻ്റെ ഇതിന് ശേഷം തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ അത് അവന് അന്ന് മനസ്സിൽ കണ്ടിരുന്ന ആ ഇതിലേക്ക് എത്തിയിരിക്കുന്നോ ഇല്ല എന്നല്ല നമുക്ക് പറയാൻ കഴിയില്ല. അതവന് തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് തോന്നുന്നൊരു ബിസിനസ്സുകാരിൽ കൂടുതൽ കാര്യങ്ങൾ ഇതുപോലുള്ള സോഷ്യൽ ആയിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഡെവലപ്മെൻറ്റ്, അവരുടെ ഒരു വളർച്ച എന്നതിലും കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിന് ശേഷം ഉണ്ടായിട്ടുള്ള പല പ്രൊജക്റ്റുകളെയും പിന്നെ നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ അതാദ്യം കണ്ടിരുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ ഗുണം കിട്ടിയ ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അത് അസ്ലം കാണുക. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചിലപ്പം ഇവിടുത്തെ ആളുകളെ തന്നെ അപ്രതീക്ഷിതമായിട്ടൊക്കെ ഞങ്ങൾ അങ്ങനെ പരിചയപ്പെട്ട് വരുമ്പോൾ ഇന്നാൾ അസ്ലമിൻ്റെ ബ്രദർ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന സമയത്ത് എനിക്ക് ഇന്ന് ഇവിടുന്ന് ഹൈനസിൻ്റെ അവിടെ നിന്ന് ചെയ്തു തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയെങ്കിലും ഒരു ദിവസമെങ്കിലും പ്രാവശ്യമെങ്കിലും അതിൻ്റെ പേര് ഇപ്പോഴും നമ്മൾ ഈ ഇടപഴകുന്നതിനിടയിൽ ആരെങ്കിലും ഒരാൾ മെൻഷൻ ചെയ്യാതെ പോകാനുണ്ടായിട്ടില്ല. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ളത് അതിന് തുടക്കം കുറിച്ചു എന്നുള്ളത്. കാരണം കുഞ്ഞാലിക്കുട്ടി അന്ന് വ്യവസായ മന്ത്രി ആയിരിക്കെ എനിക്കറിയാൻ പറ്റും. നമ്മൾ ഇത് ചെല്ലുമ്പോൾ ഒക്കെ ഇവരെ ബന്ധിപ്പിച്ച് കൊടുത്ത് പിന്നീടാണ് അത് വളരെ യഥാർത്ഥമാണ്. സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ തന്നെ അത് അന്നൊരു ഇൻ്റർനെറ്റ് സിറ്റിയാണ്. മറ്റൊന്നായിട്ടില്ല. അവരണ്ടറിലാണ് നമുക്ക് ഒരു എക്സിബിഷനിൽ ഇതുപോലുള്ള ഒരു ജൈട്രിക്സിൻ്റെ ബിഗിനിങ്ങിലുള്ള ഒരു എക്സിബിഷനിൽ വെച്ചിട്ടാണ് അന്ന് നമ്മൾ ഇന്ത്യയിലെ 2-3 സംസ്ഥാനത്തെ പല മന്ത്രിമാരും അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് IT കുറച്ച് മുന്നിൽ നിന്നിരുന്നത് ആന്ധ്രാപ്രദേശിൽ. അവരൊക്കെ അന്ന് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് വരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പം അന്നത്തെ IT മിനിസ്റ്റർ ഉള്ള ബന്ധം കൊണ്ടാണ് നമുക്ക് ആ പ്രൊജക്റ്റ് അവിടേക്ക് എത്താതെ നമ്മളതിൻ്റെ ഉദ്ദേശ രീതിയിൽ എത്തിയോ ഇല്ല എന്നുള്ളത് മറ്റെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ അതിൻ്റെ വളരെയധികം അസ്ലമിൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയിലുണ്ടായിരുന്നു. അസ്ലമിൻ്റെ ഇപ്പോൾ അൽമനാർ ഉൾപ്പെടെയുള്ള കുറേ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കി കൊടുത്ത വലിയ സംരംഭങ്ങളൊക്കെ എത്രയും മലയാളികളോട് ഒരു ഉദാരതൊക്കെ ഈ ഗവൺമെൻറ് കാണിച്ചതിലും അസ്ലം എന്നത് തൻ്റെ ആളുകൾക്ക് വേണ്ടി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അതെനിക്ക് തോന്നുന്ന ഒരു കുറഞ്ഞ കാലയളവിൽ അധികം കാലയളവ് ഉണ്ടായിട്ടില്ല. ആ കാലയളവിൽ തന്നെ ഒരു പുരുഷായുസ് ചെയ്യുന്നതിൻ്റെ അപ്പുറം അസ്ലം ചെയ്ത് ചിലപ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരിക്കും. എന്താണ് ഈ പറഞ്ഞ പോലെ അൽമനാർ സെൻ്റർ ആയാലും ഒരുപാട് ഈവൻ തന്നെ ഇവിടെ കേരള മുസ്ലിം കൾച്ചർ സെൻ്ററിന് ആദ്യമായിട്ട് ലോകത്തിലാദ്യമായിട്ട് ഔദ്യോഗികതകളുടെ ഉള്ള സംഘടന KMCC ദുബായ് KMCC ആണ്. അതിൻ്റെ കാര്യത്തിലും അതുപോലെ അൽമനാർ പോലെയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പം
മുസ്ലിമിൻ്റെ പ്രയത്നമായിരിക്കും അതിലൊക്കെ വളർച്ച കഴിഞ്ഞിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ KMCCൻ്റെ ഇപ്പം ജീവകാരുണ്യ രംഗത്ത് ഒരുപാട് പദ്ധതികൾ ആ സംഘടനക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഒരു പരമാവധി അതെ. നിങ്ങളുടെ ഇതൊക്കെ തന്നെ നമ്മളൊരു ഔദ്യോഗികത പണ്ട് KMCCകളൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏഴും പുറത്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ ആരെയും ഇവിടെ നിയമങ്ങൾ അനുസരിച്ച് കൊണ്ടുള്ള ഒരു സൊസൈറ്റിയായി മാറുകയും അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ധൈര്യത്തിൽ കൊണ്ടുപോകാനും നമുക്ക് കഴിഞ്ഞൊക്കെ തന്നെ ഇപ്പോൾ നസീം കുറച്ചും കൂടി കാലം ഉണ്ടായിരുന്നെങ്കിൽ ഇതിലൊക്കെ വളരെ ഉയർന്ന നിലയിൽ ഇപ്പം അവർ എത്തിപ്പെടുമായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ എമിറേറ്റ്സ് ഹോട്ടലിൽ നടന്നൊരു ഇതുണ്ടായിരുന്നു അന്ന്. പിന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്നുള്ള എനിക്ക് ഇവിടെ വന്നു, ഷെയ്ഖ് മുഹമ്മദായിട്ടുള്ള സംസക്കായും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പിന്നെ ആദ്യ കെട്ടിടം നമ്മൾ 19 മാസം കൊണ്ട് ഇതാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് അത്ഭുതപ്പെടുന്നത്, എന്തിനാ 19, ഒരു മാസം പോരെയെന്ന്. കാരണം അതൊരു കാഴ്ചപ്പാട്. അതെ 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 അതൊരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് അവർക്ക്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻ്റ് ആണല്ലോ, ഇവിടെ പ്രഖ്യാപനമല്ലല്ലോ. ആ വ്യത്യാസമാണ്. പിന്നെ ഒരു രാജ്യത്തിൻ്റെ ഒരു അത്രേ പോവുള്ളൂ. അപ്പോൾ അവർ ഞങ്ങൾ 19 മാസം എന്തിനാണെന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ 10 മാസം ഫോർവേഡ്. അപ്പോൾ അസ്ലം വിടവാങ്ങിയ ശേഷം ആ കുടുംബമൊക്കെ ഇവിടെ തന്നെ തുടരണം എന്നുള്ളതും ഷെയ്ഖ് മുഹമ്മദിൻ്റെ അതെ അതെ തീരുമാനമായിരുന്നു. അതെ അതങ്ങനത്തെ അതേ ആ തീരുമാനം തന്നെ ആയിരുന്നു. ഇപ്പോഴും തന്നെ ആ ഒരു വാത്സല്യം ആ ഒരു ഇതിപ്പോഴും ആ കുടുംബത്തിനും നമുക്കൊക്കെ കിട്ടുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഉണ്ട്. അസ്ലമിന് പേരക്കുട്ടിയെ വന്ന് ഒക്കെ തന്നെ ദൈവത്തിന് എല്ലാം കൊണ്ടും ഈ രാജ്യത്ത് തന്നെ അവർക്കും തന്നെ അതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അതുപോലെ തന്നെ സംഭവിച്ചും ചെയ്തത്. ഇതിപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതു താല്പര്യത്തിന് വേണ്ടി എനിക്ക് തോന്നുന്നു സംസക്കാരൻ്റെ ഒരു കുടുംബം ഇപ്പോഴും അതിനുവേണ്ടി തങ്ങളാൽ ചെയ്യുന്ന പരിമിതികളുണ്ടാവാം, ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് നമ്മളും ചെയ്യാൻ നമുക്ക് ഒരു ഒരു ഹയറുണ്ടാകുമ്പോൾ അത് നമ്മൾ മാത്രം ആസ്വദിച്ചാൽ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ട് ആസ്വാദനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, അത് കുടുംബങ്ങളായിരിക്കാം, നമ്മളിലൊക്കെ ഉള്ളവർ, അത് നമ്മൾ പരിഹരിക്കുന്നത് നമ്മളെ കുടുംബങ്ങൾ തന്നെയാണ്. കുടുംബങ്ങളായിരിക്കാം, അയൽവാസികളായിരിക്കും, അവരെല്ലാവരും കൂടി ആകുമ്പോഴാണല്ലോ. അപ്പം നമ്മളോട് കഴിയുന്നത് ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിന് വളരെയധികം ആളുകൾ ഇതുപോലുള്ള വളരെ ഹൈ രൂപത്തെ സംഘടനകളൊക്കെ തന്നെ ഇതുപോലുള്ള നല്ല സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും നല്ല വളരെ കളിച്ച സംഘടനകളുണ്ട്. അതിൽ നമുക്കൊന്നും നമ്മളാൽ കഴിയുന്ന ഒരു പങ്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിലൊരു വലിയ ചാരിതാർത്ഥ്യമുണ്ട്. അതിന് നമുക്ക് അള്ളാഹിനോട് വലിയ ശുക്റുമാണ്. കാരണം നമുക്ക് ചെയ്യാനുള്ള അതിനുള്ളൊരു കഴിവ് നമുക്ക് അത് തന്നുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ചിലർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല. പിന്നെ അതോടൊപ്പം തന്നെ കൽപ്പകഞ്ചേരി ആ പ്രദേശത്തിൻ്റെ ഒരു മുഖച്ഛായ മാറ്റുന്നതിലും ചെറുതല്ലാത്തൊരു പങ്ക് വഹിക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം. കൽപ്പകഞ്ചേരി പൊതുവേ കൽപ്പകഞ്ചേരി ഒരു ബ്ലസ്സഡ് പനിയായി തോന്നുന്നു. ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് ഡോക്ടർ ആസാദിനെ പറ്റി പരാമർശിക്കാം. അതുപോലെ കൽപ്പകഞ്ചേരി ഭാഗത്തുനിന്ന് ഒരുപാട് ആളുകൾ അതുപോലെ നല്ല നിലയത്തെയും അത് ശരിക്ക് നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ആ തണൽ വലിയ അത് ബിസിനസ് മേഖലയിലാവട്ടെ, ആരോഗ്യ മേഖലയിലാവട്ടെ, ഏതോ ആവട്ടെ, ആ വലിയ തണലിൽ കൊടുക്കാൻ പല ആളുകൾക്കും തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അത് വലിയൊരു ഞങ്ങളുടെ കൽപ്പകഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ജീവകാരുണ്യ രംഗത്തും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെ, അവിടെ ഉണ്ട്. അതുപോലെ ഇന്ത്യയുടെ മറ്റ് നോർത്ത് സംസ്ഥാനങ്ങളിലൊക്കെ ചെറുതായ രൂപത്തിൽ മുസ്ലിമിൻ്റെ പേരിൽ നിന്നുള്ള 1-2 സ്കൂളുകൾ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റി പിന്നോട്ട് നിൽക്കുന്ന ബീഹാർ പോലുള്ള അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അത്യാവശ്യം ഒരു കഴിയുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തിയിട്ട് കൊണ്ടുപോകുന്നു. നമുക്ക് കഴിയുന്നത് നമുക്ക് നാളെ ഒരു റിഗ്രറ്റ് വരാതിരിക്കാൻ നമുക്കിന്നൊരു സ്ഥാനമോ അല്ലെങ്കിൽ അതിനുള്ളൊരു സൗകര്യങ്ങളോ ഉണ്ടാകുമ്പോഴേ അതിലൊരു പങ്ക് നമ്മളിൽ മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാനുള്ള ഒരു ശ്രമം അത് അസ്ലമുണ്ടായിരുന്ന സ്വപ്നമാണ്. അപ്പോൾ അത് ആ സ്വപ്നം പൂർണ്ണമായിട്ട് കഴിയില്ല, എന്നാലും ഞങ്ങൾ അതിൻ്റെ മാക്സിമം കഴിയാവുന്ന രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റീജൻസി ഗ്രൂപ്പും അതിൻ്റെ ഒരു വളർച്ചയുടെ പാതയിൽ തന്നെയാണ്. അതെ, റീജൻസി ഗ്രൂപ്പും തന്നെ അതിൻ്റെ തുടക്കം അസ്ലമാണ്. അതിൽ നിന്ന് ഇത്ര വളർന്ന് പന്തലിച്ച് അതിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ പങ്ങളമാൻ അമീന എടുത്ത് പറയേണ്ട ഒരു വ്യക്തിയാണ് ആ വിഷയത്തിൽ. വളരെ നല്ല രൂപത്തിൽ തന്നെ നല്ലൊരു വളർച്ച ഫിഗർ കൊണ്ടുവരികയും അൽഹംദുലില്ലാ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് നമുക്ക് ജോലി കൊടുക്കാൻ കഴിയും, അതും തന്നെ വലിയൊരു വിഷയമാണല്ലോ. നമുക്കൊക്കെ വലിയ സങ്കടമാണ്. ഒരുപാട് ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾ വരുമ്പോൾ പിന്നെ പല ഇൻ്റർവ്യൂ പോലും കിട്ടാത്തൊരു സാഹചര്യം. ഇതും നമുക്കിത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അത് നമ്മൾ കാണുന്ന ഈ മാർക്കറ്റുണ്ട്, അത് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്. എഡ്യൂക്കേഷനാണ് ഏറ്റവും വലിയ അത് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഈ ഷുമോമിൻ്റെ ആ പുസ്തകത്തിനെ പറ്റി വീണ്ടും പറയുന്നത് എന്തല്ല, അതിലെ ഓരോ വേർഡുകളുണ്ടല്ലോ വളരെ അർത്ഥവത്തായ വേർഡുകളാണ്.
ഒരാൾക്ക് അനന്തരാവകാശം കൊടുക്കാൻ കഴിയുന്നത് ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഇതോ അല്ല, ഒരു ബാങ്ക് ബാലൻസോ അല്ല. അവർക്ക് കൊടുക്കാൻ കഴിയുന്നത് വിജ്ഞാനമാണ്, എഡ്യൂക്കേഷനാണ്, അറിവുകളാണ്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് നെക്സ്റ്റ് തലമുറക്ക് കൊടുക്കാൻ കഴിയുന്നൊരു സന്ദേശം ഉണ്ടായില്ല. അതാണ് യഥാർത്ഥം. നമ്മുടെ ഈ മാർക്കറ്റിൽ വരുന്ന പുതുതായിട്ട് വരുന്ന മേഖലയൊക്കെ തന്നെ എങ്ങനെ നമുക്ക് കോമ്പറ്റ് ചെയ്യാം, എഡ്യൂക്കേറ്റഡ് ആയിക്കൊണ്ട് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കൂടെ നമുക്ക് എങ്ങനെ നിൽക്കാൻ കഴിയുന്നുള്ളതിന്. പഴയ കാലത്ത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പഴയ കാലത്തൊക്കെ ഒരു ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഫോർത്തോ ആയിരിക്കും ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ കേരളത്തിൽ എന്നുള്ള നിലയിൽ. എന്നതല്ല, എന്നതിന് വളരെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ആദ്യ നിരയിൽ തന്നെ അവരെ ആ ഷോർട്ട് ലിസ്റ്റിൽ ആദ്യ നിരയിൽ തന്നെ അവർ വരുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒക്കെ പിന്നെ പങ്കതിൽ വളരെയധികം ഉണ്ട്. പക്ഷേ കസ്റ്റമർ കെയർ ഉൾപ്പെടെ ചില തൊഴിലിടങ്ങളിൽ നിന്ന് മലയാളികൾ പോവുകയും അവിടെ ഫിലിപ്പീൻസ് ഉൾപ്പെടെ മറ്റ് രാജ്യക്കാർ കൂടുതൽ കാണുകയും ചെയ്തു. അത് നമ്മളുടെ പോരായ്മയുടെ പ്രശ്നമാണോ? അത് രണ്ട് രൂപത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു സ്ഥാപനം നടത്തുന്ന ആൾ എന്ന നിലയിലും നമ്മളൊരു എപ്പോഴും നോക്കൽ, ഇൻ്റർവ്യൂവിലൊക്കെ നോക്കൽ എങ്ങനെ അവൻ്റെ സർട്ടിഫിക്കറ്റുകളല്ല നോക്കൽ, ഹൗ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ. അതൊരു വലിയൊരു ഘടകമാണ്. അപ്പോൾ എല്ലാം തന്നെ നമ്മുടെ എഡ്യൂക്കേഷണലായിട്ടുള്ള ഒരു ഇത് മാത്രമല്ല, നമ്മൾ ആളുകെട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെ, അവരുടെ ആ ബോഡി ലാംഗ്വേജ്, ബിഹേവിയർ, അതൊക്കെ വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ തൊഴിലാളികളൊക്കെ തിരഞ്ഞെടുക്കുന്ന ടെക്നിക്കലായിട്ടുള്ള അതെല്ലാം എന്നല്ല പറയാം. ടെക്നിക്കലായിട്ട് നമ്മളൊരു കാൻഡിഡേറ്റിനെ എടുക്കുമ്പോൾ അതിൻ്റേതായ പരിജ്ഞാനവും അതിൻ്റേതായിട്ട് ക്വാളിഫിക്കേഷനും വേണം. പക്ഷേ നോർമലായിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കസ്റ്റമർ കെയർ പോലുള്ള സ്ഥലങ്ങളിൽ മാർക്കറ്റിങ്ങിലൊക്കെ തന്നെ നമ്മളെന്താ ആളുടെ ഹൗ ഈസ് പ്രസൻറ്റ് സബ്ജക്റ്റ്, ഹൗ യു അപ്രോച്ച് ദി ക്ലയൻറ്റ്, അതൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ആളുകൾക്ക് കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് സ്കിൽ ഉണ്ടായിരിക്കാം. അത് വലിയ ഇമ്പോർട്ടൻ്റാണ്. ഇനിയും തന്നെ നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിലുള്ള കുട്ടികൾ തന്നെ ഇനിയും ഈ ലാംഗ്വേജ് സ്കില്ലും അതുപോലൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ തൊഴിലൊക്കെ തേടി വരുന്നവർക്ക് കുറച്ചും കൂടി ഒരു ഓറിയൻറ്റേഷനൊക്കെ നമ്മുടെ സർക്കാർ തലത്തിലൊക്കെ നാട്ടിൽ നടക്കേണ്ടത്. അവയർനെസ് വേണം. അതായത് അവർ ഒരു മിനിമം ഒരു ക്വാളിഫിക്കേഷൻ 6 മന്ത്സിനെങ്കിലുമൊക്കെ ഉള്ള ഒരു കോഴ്സുകൾ, ഒരു ട്രെയിനിങ് ടെമ്പററി ആയിട്ടുള്ള ഹൗ യു ഗോയിങ് ടു അപ്പിയർ ദ ഇൻ്റർവ്യൂ. ഇന്നൊരു മൾട്ടി കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്, ഹൗ ഐ ആം ഗോയിങ് ടു അപ്പിയർ. അതിന് പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഗവൺമെൻറ് തന്നെ ആവണമെങ്കിൽ NGOകൾക്ക് ചെയ്യാം, സംഘടനകൾക്ക് ചെയ്യാം, ഗവൺമെൻറ്റിന് ചെയ്യാം. ചിലപ്പോൾ നോർക്കയൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് എത്ര അറിയുന്നില്ല, ചെയ്യുന്നതിനെ ചെറുതായി കാണില്ല. പക്ഷെ അത് ഇനിയും തന്നെ നമ്മൾക്ക് വരുന്ന മാർക്കറ്റുകൾ, നമ്മളോട് GCC മാർക്കറ്റ് മാത്രം നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു എവിടെയാണ് വേൾഡ് മാർക്കറ്റ്, അവിടെ നമുക്ക് നമ്മുടെ കാൻഡിഡേറ്റ്, നമ്മുടെ കുട്ടികൾ പോകുമ്പോൾ അവിടെയുള്ള മറ്റ് കാൻഡിഡേറ്റുകളോട് കിടപിടിക്കുന്ന രൂപത്തിലുള്ള സ്കില്ല് അവർക്ക് വേണം. ടെക്നിക്കലാണെങ്കിൽ ടെക്കായിട്ട് വേണം, എല്ലാം മറ്റ് ലാംഗ്വേജോ മറ്റോ ആണെങ്കിൽ അത് രൂപത്തിൽ അത് പടുത്തുയർത്താൻ എല്ലാ ഭാഗത്തു നിന്നും ഒരു കൂട്ടായിട്ടുള്ള ശ്രമങ്ങൾ, പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായാൽ അത് കൂടുതൽ നമ്മൾ വരുന്ന ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം തൊഴിൽ മാറുകയാണ്, സംസ്കാരം മാറും. തൊഴിലിൻ്റെ സംസ്കാരം മാറുക. പഴയ കാലത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് അതിൽ ഊന്നിയായിട്ടായിരുന്നു നമ്മുടെ അപ്പോയിൻമെൻ്റ്. ഇന്നതല്ല. അപ്പോൾ ഈ തൊഴിൽ മേഖലയുടെ മാറ്റം അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ മാറ്റത്തിൻ്റെ കൂടെ നമ്മൾ പോയാൽ നമ്മുടെ യുവതലമുറ, വരാൻ പോകുന്ന ജനറേഷന് അതിൻ്റെ കൂടെ മാത്രമല്ലെങ്കിൽ നമ്മൾ പുറന്തള്ളപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ഈ വ്യായാമത്തിനൊക്കെ കൊടുക്കുന്നത്, എനിക്ക് തോന്നുന്നു സമുദായം കൃത്യമായിട്ട് വ്യായാമവും ടൈമൊക്കെ കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ദൈനംദിന. ഇപ്പം നമ്മൾ അതാണ് നമുക്ക് ആളുകൾക്ക് എന്നറിയാം, നമുക്ക് ഇന്നും എല്ലാവർക്കും ബിസിയാണ്. ഈ ബിസി അപ്പോൾ നമുക്ക് ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇത് ആയുസ് കൂട്ടാനല്ല, ആയുസ് നമ്മളുടെ കൃത്യമായി ചെയ്യണം. പക്ഷേ ഈ ആയുസ് വരെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതിനാണ് കഴിയുന്നതും. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും അവനവൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളത് വളരെ ഇതാണ്. അതിൻ്റെ ഇടയ്ക്കും ഈ പരിപാടികൾക്കൊക്കെ സംസൊക്കെ എത്തുന്നുണ്ട്. നമ്മളിപ്പോഴും ബിസി ആയിരിക്കണം. ഞാൻ ഈ റിട്ടയർമെൻറ്റിലും എല്ലാം വിശ്വസിക്കാത്ത ഒരാളാണ്. അത് വലിയൊരു വിശ്വാസമില്ല. ഒരു മനുഷ്യൻ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ അതോടുകൂടി അവന് കഴിഞ്ഞു എന്നുള്ള അതേ നമുക്ക് തെളിവ് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ജോലി ചെയ്തിട്ട് നാട്ടിൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ നാട്ടിൽ തിരിച്ചു പോകുന്നതോട് കൂടിയിട്ട് ഈസ് ഓഫ്. അതോടുകൂടി അസുഖങ്ങളും വരികയാണ്, മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഈസ് ഓഫ്. അങ്ങനെ പക്ഷേ എനിക്ക് തോന്നുന്നു റിട്ടയർമെൻറ്റ് അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നിന്നുള്ള ഉത്തരവാദിത്തങ്ങൾ കുറച്ചിട്ട് റിലാക്സ് ആകും. പക്ഷേ പൂർണ്ണമായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് ആവട്ടെ, നമ്മൾ ചെയ്യുന്ന എന്താവട്ടെ, ഇത് പൂർണ്ണമായും റിട്ടയർമെൻറ്റ് വാങ്ങിയിട്ട്
തന്നിലേക്ക് തന്നെ ചുരുങ്ങിക്കൂടുമ്പോൾ അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ബാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ റിട്ടയർമെൻറ്റ് എനിക്ക് വലിയൊരു ഇഷ്ടം. റിട്ടയർമെൻറ്റ് നമുക്ക് സമയമുണ്ട്, അതുവരെ നമ്മൾ ഓടുക. ആ ഓട്ടത്തിൽ സ്വന്തം കാര്യങ്ങൾക്കാണെങ്കിൽ അവർക്ക് വെക്കുക, പൊതുവായിട്ടുള്ളതുപോലെയുള്ള നമ്മുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ സൊസൈറ്റിയിലേക്ക് നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും അതാവുക. അതൊക്കെ ആകുമ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ടുള്ളൊരു ഫ്രൂട്ട്ലെസ് അതാണ്, ഞാൻ ബിസി ആയിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തോട് വൈകാരികമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെടും. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കളൊക്കെ ആയിട്ട് നല്ല ആത്മബന്ധം. അവർ വരുമ്പോഴൊക്കെയും അവർക്ക് വേണ്ട സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സംസ്കൃതക്കായൻ. ഈ ഒരു കോൺട്രിബ്യൂഷൻ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ളൊരവസ്ഥയിൽ എനിക്ക് രാഷ്ട്രീയത്തിലേക്ക് എനിക്ക് അങ്ങനെ രാഷ്ട്രീയം കടക്കാൻ പറ്റുന്ന ആളല്ല. പക്ഷേ ഞാൻ ഈ ബന്ധങ്ങൾ വളരെയധികം ബഹുമാനിക്കുന്ന മനുഷ്യനാണ്. വ്യക്തിബന്ധങ്ങൾ ഇതിനൊക്കെ വളരെ എബവാണ്. ഓരോരുത്തർക്ക് അവരവരുടെ രാഷ്ട്രീയ ചിന്ത ഉണ്ടായിരിക്കും, രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. അതവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് സെപ്പറേറ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു കഴിവ് ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ കേരളത്തിലെ ഓരോ പാർട്ടിയിലെ ഉന്നതമായിട്ടുള്ള ആളുകൾ എടുത്ത് നോക്കിയാൽ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യാസങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളെ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോഴുള്ളത്. ഈ വരുന്ന തലമുറ അങ്ങനെ തന്നെ ആവണം എന്നാണ് നമ്മുടെ ഈ കേരളത്തിനുള്ള പ്രത്യേകത. അതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്കുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം എല്ലാം കൊണ്ടും അതാണ്. ഈ മതമൈത്രിയും മറ്റൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഇന്നലെ മിനിയാന്നൊരു നമ്മുടെ ഏതോ സംഘടനയുടെ കേരള ഒരു ഓണാഘോഷം കണ്ട് വളരെ സുന്ദരമായിട്ട് എല്ലാ നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ കാലിക പൈതൃകങ്ങളെയും അതിൽ പ്രകടിപ്പിച്ചതാണ്. എനിക്ക് തോന്നുന്നു നാട്ടിൽ കൂടുതൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നാട്ടിൽ അങ്ങനെയാണ് അത് നിലനിൽക്കണം എന്നാണ് നമുക്കൊക്കെ എപ്പോഴും ആഗ്രഹിക്കാനുള്ളത്. പക്ഷേ ഈ ഐക്യം അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെയുള്ള കൂട്ടായ്മകൾക്കും വ്യക്തികൾക്കൊക്കെ വലിയ ഉത്തരവാദിത്വമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇവിടെയുള്ള ആളുകൾ വാക്കിന് വാല്യൂ കൊടുക്കും. കാരണം ഒരുപാട് ഇവിടെ നമ്മളാണല്ലോ ഇതിൻ്റെ ഈ പുറത്ത് ജീവിക്കുന്നവരാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നാട്ടിൻ്റെ സംഘടനകളാവട്ടെ ഇൻസ്റ്റിറ്റ്യൂഷനാവട്ടെ അതിൻ്റെ ഒക്കെ ബാക്ക് ബോൺ അവരാണ്. അപ്പോൾ അവരുടെ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും. അപ്പോൾ ഇവിടെയുള്ള കൂട്ടായ്മകളും ഇതിൽ നമ്മുടെ ഉള്ള ആളുകളൊക്കെ തന്നെ നമ്മൾ കേരളത്തിൻ്റെത് മാത്രമായിട്ടുള്ള സ്വന്തമായിട്ടുള്ളൊരു മതമൈത്രി ഉണ്ടല്ലോ, അതിൽ കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും പ്രതിബദ്ധരായിരിക്കണം. അതിനു വേണ്ടി കൂട്ടായ ശ്രമവും നടത്തണം. അതിന് വിള്ളൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സുഖവും സൗകര്യവും ഒക്കെ മാറും. അതിന് എത്ര വലിയ സാമ്പത്തിക കഴിവുള്ളതിനൊക്കെ തന്നെ സമാധാനം എന്ന് പറഞ്ഞത് ഡിഫറെൻ്റ്. ഇപ്പോൾ ലോകത്തൊക്കെ കാലുഷ്യമുള്ളപ്പോഴും ഇവിടെ ഇത്രയും സുന്ദരമായിട്ട് പോകുന്നത് ഈ ഒരു അതാണ് ദാറ്റ്സ് എ പോയിന്റ്. എന്തുകൊണ്ട് ഇവിടെ അവരുടെ എല്ലാ ആളുകൾക്കെയും ഒരേ രൂപത്തെ ആളുകളെ കാണുകയും അവർക്ക് അതിൻ്റേതായ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യെ നീട്ടാം, പക്ഷേ ഈ കൈ മറ്റൊരാളുടെ മൂക്കിൽ തട്ടാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളും സ്വാതന്ത്ര്യവും നിങ്ങളുടെ ആഘോഷങ്ങളെല്ലാം നടത്താം. പക്ഷെ അതിന് ഇവിടെ ഒരു ലൈനുണ്ട്, ബൗണ്ടറി ലൈൻ. ആ ലൈനിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അത് നടത്തുക, അത് സന്തോഷം കാണുക. ഈ മാതൃകയാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും ഒന്നിപ്പിച്ച് എല്ലാവരും ഒന്നിച്ച് ഒരു നല്ലൊരു കേരളം, നവകേരളം കുടുംബത്തെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാൽ. കുടുംബം വലിയ കുടുംബമാണ്. ഞങ്ങൾ സഹോദരങ്ങൾ 12 ആളുകളായിട്ടുണ്ടായിരുന്നത്. അതിൽ എനിക്കെൻ്റെ മൂത്ത സഹോദരനും ഇളയ സഹോദരനും അന്ന് വിട്ട് പിരിഞ്ഞ്. അപ്പോൾ ഞങ്ങൾ 4 സഹോദരന്മാരുണ്ട്. എല്ലാവരും തന്നെ ഇവിടെ പാലസ് തന്നെ ഒരാളൊഴികെ അനുജനാണ്. അതായത് ഖത്തറിൽ ഇൻഡസ്ട്രിയൽ മേഖലയിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. സിസ്റ്റേഴ്സൊക്കെ തന്നെ അവരെല്ലാവരും തന്നെ പൊതുവെ ഒരു പൊതു കാര്യങ്ങളിലും സൊസൈറ്റികളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരും ആ ഫീൽഡിൽ പൊതുവെ ഉണ്ട്. ഞങ്ങളിവിടെ KMCCൻ്റെയും മിൽമനാറിൻ്റെ ഒക്കെ തന്നെ എല്ലാവരും തന്നെ അത് ആ കുടുംബത്തിൽ ആദ്യം തന്നെ അങ്ങനെ ഒരു പൊതുവേദ ഉണ്ടായത് കൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഒരു വീട്ടിലെ മക്കളൊക്കെ തന്നെ അതിൽ തന്നെ പിന്തുടർന്ന് കൊണ്ടത് സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ ഇതുപോലെ പൊതു കാര്യങ്ങളിലും പൊതുവേദികളിലൊക്കെ രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് മക്കളായിട്ട് 2 മക്കൾ, 2 അസ്ലമിന് 2 മക്കൾ, ഞങ്ങൾ 4 കുട്ടികൾ. എല്ലാവരും തന്നെ ഒറ്റ കുടുംബത്തിൽ ഒറ്റ കോമ്പൗണ്ടിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു. കുട്ടികളൊക്കെ നല്ല രീതിയിൽ അൽഹംദുലില്ലാ എല്ലാവരും എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ മകൻ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ മകൻ ഇപ്പോഴും പുറത്ത് ജോലി ചെയ്യുന്നു, മകളും ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ അസ്ലമിന് 2 കുട്ടികളും തന്നെ, ഒരാളും അസ്ലമിൻ്റെ റാഷിദ് ഞങ്ങളുടെ കൂടെ തന്നെ ആൾ ബിസിനസ്സിലൊക്കെ പങ്കാളിയായിക്കൊണ്ടും. രണ്ടാമത്തെ മകൻ മുഹമ്മദ് ഷാർജ യൂണിവേഴ്സിറ്റിയിൽ 3ാം ഇയർ വിദ്യാർത്ഥിയാണ്. നല്ല രൂപത്തിൽ സന്തോഷത്തോടെ പോകുന്നു.
നമുക്കൊക്കെ ജീവിതം എന്ത് പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? ജീവിത അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്. അതിൽ കയറ്റങ്ങളുണ്ട്, ഇറക്കമുണ്ട്, പ്രയാസങ്ങളുണ്ട്, സന്തോഷമുണ്ട്, സന്താപമുണ്ട്. അപ്പം ഇത് നമ്മൾ അടുത്ത തലമുറ, നമ്മുടെ അടുത്ത തലമുറക്ക് അതേപോലുള്ള ഒരു ഇത് കിട്ടിയിരിക്കും എന്നുള്ള സംശയമാണ്. ഷോമോൻ്റെ ഒരു ബുക്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, മൈ സ്റ്റോറിയുള്ള ബുക്കിലുണ്ട്, ഞാൻ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിട്ടുണ്ട്, ഞാനിപ്പോൾ മെർസീഡസും കഡിലാക്കും റേഞ്ച് ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് വീണ്ടും ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ കഴിയും, പക്ഷേ എൻ്റെ മക്കൾക്ക് അതിന് കഴിയുമോ എന്നുള്ളതാണ്. അതൊരു നഗ്ന സത്യമാണ്. ഇപ്പം നമ്മുടെ അടുത്ത തലമുറയിനോട് നമുക്കും ആ ഒരു ആശങ്കയാണുള്ളത്. അപ്പോൾ ജീവിതത്തിന് അനുഭവം, ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിലുള്ള സന്ദേശങ്ങളും നമ്മുടെ തലമുറയിലേക്ക് പകർത്തി കൊടുക്കുക. അതിൻ്റെ നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, നെഗറ്റീവ് ഉണ്ടായിരിക്കും, പോസിറ്റീവ് ഉണ്ടായിരിക്കാം. അത് നെഗറ്റീവും പറഞ്ഞു കൊടുക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ കുടുംബത്തിനോടൊന്നും തന്നെ പൂർണ്ണമായിട്ട് പൊതുവേ നമ്മൾ ഷെയർ ചെയ്യില്ല. അത് വലിയൊരു അപകടം വരുത്തും. പ്രത്യേകിച്ച് നമ്മുടെ ഒരു സാമ്പത്തികമായ സ്രോതസ്സ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ കാണുന്നത് ഈ പുറമുള്ള പൊലിമയായിരിക്കും. അപ്പം അവർ എന്താണെന്ന് ചിലപ്പോൾ അറിയില്ല, പല കാര്യങ്ങളും പല പ്രയാസങ്ങളും ഇതൊന്നും വരുന്നത് അറിയില്ല. അപ്പം നമ്മളെപ്പോഴും തന്നെ നമ്മുടെ മക്കളോടും നമ്മുടെ കുടുംബത്തിനോടൊക്കെ ഇന്നതാണ് ഞാൻ ആരാന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക. അത് നമ്മളെ മക്കളുടെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അല്ലാതെ ഈ കാണുന്നതൊക്കെ എന്നാണ് അറിയാത്തത്. അങ്ങനെ അതിൻ്റെ യഥാർത്ഥങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ, ആ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ അവർക്കും തന്നെ അതിൽ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും അവരുടെ കാര്യങ്ങളെ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാനും കഴിയും. ഏറ്റവും വലിയ പാഠങ്ങളാണിപ്പം നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം മലയാളികളുടെ പ്രിയപ്പെട്ട സംസുക്കാർക്ക് ഇനിയും അത് ശക്തമായി തന്നെ, കാരണം ഈ അറബ് ലോകവുമായിട്ടുള്ള നമ്മുടെ ഈ ബന്ധം അത് കൂടുതൽ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും വളരെ നല്ല ഇതുപോലുള്ള പരിപാടികളുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ആളുകൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സാധാരണമായിട്ടുള്ള നമ്മുടെ ജീവിതാനുഭവങ്ങൾ, അത് ഇതുപോലുള്ള പരിപാടി ഇത് വളരെ ഉപകാരം ചെയ്യും. ഇൻട്രസ്റ്റോട് പഴയ കാലം ഇതൊന്നുമില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ സ്വകാര്യമായിട്ടുള്ള അവരനുഭവങ്ങൾ, അതൊക്കെ ഈ പ്രേക്ഷകരിൽ എത്തിക്കുമ്പോഴേ അതിനൊക്കെ ആളുകൾക്ക് ഗെയിൻ ചെയ്യാൻ വളരെയധികം ഗെയിൻ ചെയ്യാനുണ്ടാവും. നമ്മൾ ഈ പഴയ കാലത്തൊക്കെ മണലിൽ നിന്നൊക്കെ ഈ സ്വർണ്ണത്തിൻ്റെ തരികൾ ഒരു അരിച്ചെടുക്കലുണ്ടല്ലോ, ഒരുപാട് കണ്ട് കാണുമ്പോൾ അത് വളരെ വൃത്തികേടായിട്ട് തോന്നുന്നത്. അതിൽ അവസാനം വരുമ്പോൾ അതിൽ സ്വർണ്ണത്തിൻ്റെ തരികൾ കാണും. എന്ന പോലെ ഒരുപാട് ചെറുപറ സംസാരമായിരിക്കാം, പക്ഷെ എങ്കിൽ തന്നെ ചിലപ്പോൾ അതിലൊന്നോ രണ്ടോ തരികൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ മീഡിയ വളരെയധികം തന്നെ പ്രശംസിക്കുകയാണ്. ഇതുപോലെ തന്നെ സമൂഹത്തിനും നമ്മുടെ സൊസൈറ്റിക്കൊക്കെ കൂടുതൽ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും സംസുക്ക പറഞ്ഞ പോലെ തന്നെ വൺ സ്റ്റോറി ഇതേപോലുള്ള ഒരുപാട് വ്യക്തികളെ, അവരുടെ അനുഭവങ്ങളെ, അതോടൊപ്പം തന്നെ അവർക്ക് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു വേദിയായിട്ട് ഇനിയും മുന്നോട്ട് പോകും. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ.